അയ്യോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം പെരുന്നാളിൻ്റെ തലേന്ന് മുതലേയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെയാണ് ഇതിൽ ഉള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഡ്രസ്സ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അത് ഫോട്ടോത്തിൽ എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ തന്നെ കയ്യിൽ കിട്ടിയ സമയത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓള് ഓപ്പൺ വീഡിയോ അയച്ചു തന്നാണ്. പിറ്റേന്ന് പെരുന്നാളിലന്ന് രാവിലെ ഞായറാഴ്ച ഇച്ചും കൂടെ പള്ളിയിൽ പോവുകയാണ്. ചെറിയ നല്ല ഉറക്കമാണ്. ഓക്കെ, അപ്പം അതിന് മുമ്പേ തന്നെ രാവിലെ ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട്. ഞാൻ ബിരിയാണിക്കുള്ള പരിപാടിയിലാണ്. തക്കാളിയും ഉള്ളിയൊക്കെ മുറിച്ച് വെച്ച് അങ്ങനെ മസാല ആക്കുന്നുണ്ട്. ബിരിയാണിയുടെ റെസിപ്പിക്ക് കുറേ തവണ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് വന്നിട്ട് തലേന്നാണ് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. അപ്പം ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു. അപ്പം ഡ്രസ്സ് എടുക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ മോന് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് നടന്ന് മീൻ വാങ്ങാണ്. ഇത് വന്നിട്ട് ഞാൻ എൻ്റെ ടോപ്പ് ഷേപ്പാക്കാൻ കൊടുത്തതാണ്. പിന്നെ പോരാത്തതിന് നല്ല മഴയും ഉണ്ട് കേട്ടോ. പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അത് എടുക്കാൻ പറ്റിയിട്ടും ഉണ്ടായിട്ട് അങ്ങനെ ഇതാ പെരുന്നാൾ ചോറൊക്കെ വെച്ച് ഞങ്ങൾ പെരക്കൊക്കെ പോവുകയാണ്. പിന്നെ ആസ് ഇപ്പോഴും പോകുമ്പോൾ തന്നെ ആദ്യം മാമാൻ്റെ അടുത്ത് പോയി, പിന്നെ അവിടെ നിന്ന് മുത്തമ്മയുടെ അടുത്ത് പോയി, അങ്ങനെ എല്ലായിടത്തും കയറിയിട്ടാണ് പോകുന്നത്. പിന്നെ ഞാച്ചാര പങ്ങളെടുത്തും ഒക്കെ പോയിട്ടാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. പിന്നെ പെരക്കെത്തി അപ്പോഴത്തേക്ക് അനിയത്തിയും കുഞ്ഞിലും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ കുറേ നേരം ഫോട്ടോസ് എടുത്ത് സംസാരിച്ചു. ഞായറാഴ്ച രാത്രി ഫുഡും കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ടൊക്കെ തന്നെ വന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് മുറ്റത്തൊക്കെ നല്ല വെള്ളമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം നോക്കലും പറമ്പ് നോക്കലും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടിയായിരുന്നു. അപ്പം ഇത്രയ്ക്ക് എൻ്റെ വിശേഷങ്ങളുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ. ഇത് ഞങ്ങളുടെ പറമ്പാണ് കേട്ടോ. ഇതിൽ മഴക്കാലമായാലും വേനൽക്കാലമായാലും നല്ല വെള്ളമില്ല ഏരിയ ആണ്. ഇപ്പം മഴക്കാലമായതുകൊണ്ട് നമ്മുടെ കിണറൊക്കെ മറിഞ്ഞിട്ടുണ്ട്. വെള്ളം കോരേണ്ട ആവശ്യമില്ല. നമുക്ക് കൈയൊന്ന് നീട്ടിയാൽ തന്നെ കയ്യിലേക്ക് വെള്ളം കിട്ടും. അങ്ങനെ കവിഞ്ഞൊഴുകിയിട്ടുണ്ട് കിണറൊക്കെ.